നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തയിലേക്ക്. ഗുരുവായൂർ നഗരസഭയിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 2 മുസ്ലിം ലീഗ് കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. 15-ാം വാർഡിലെ അബ്ദുൾ റഷീദ് കുന്നിക്കൽ, 23-ാം വാർഡിലെ നൌഷാദ് അഹമ്മു എന്നിവർക്കെതിരെയാണ് കേരള കോൺഗ്രസ് എം നേതാവ് RH അബ്ദുൾ സലീം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സത്യപ്രതിജ്ഞാ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ നിർദ്ദിഷ്ട സത്യവാചകം ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ കൗൺസിലർമാർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു എന്നോ ഈശ്വരനാമത്തിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നോ ആണ് നിയമം അനുശാസിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. ഇത് ലംഘിച്ച് അള്ളാഹുവിന്റെ പേരിലാണ് 2 പേരും സത്യപ്രതിജ്ഞ ചെയ്തത്. ഹർജി തീർപ്പാക്കുന്നതുവരെ ഇരുവരെയും കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്നും പരാതിയിലുണ്ട്. പിന്നെ രണ്ടാമത്തെ പരാതി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബഹുമാന്യനായ A. ഷാജഹാൻ IAS അവർക്ക് രേഖാമൂലം ഞങ്ങൾ പരാതി അയച്ചിട്ടുണ്ട്. ആ പരാതിയിൽ ഈ 2 കൗൺസിലർമാർക്കെതിരെയും അയോഗ്യതാ നടപടികൾ ആരംഭിക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇത് കേവലം ഒരു ഈ വ്യക്തിപരമായ മറ്റുള്ള രീതിയിലുള്ള വിഷയങ്ങളല്ല, മറിച്ച് ഗുരുതരമായ വിഷയങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അത് സത്യപ്രതിജ്ഞാ ലംഘനം മാത്രമല്ല, മതത്തെയും വേറൊരു കേസ് വേണമെങ്കിൽ ഗുരുവായൂർ പോലീസിന് എടുക്കാവുന്ന വകുപ്പുകളുണ്ടെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. അതായത് മതത്തെയും മതവികാരങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് പരിശുദ്ധമായ അള്ളാഹു എന്ന നാമം, ഞാൻ ഒരു മുസ്ലിമാണ്, എനിക്കറിയാം, പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ നാമം, വിശുദ്ധമായ നാമത്തെ മതവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു പൊതുസ്ഥാപനത്തിലേക്ക്, ഒരു ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ സ്വാമി അയ്യപ്പൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് അസാധുവാക്കിയ അതേ നിയമം ഇവിടെയും ബാധകമാണ്. ഈ 2 പേരെയും അയോഗ്യരാക്കണം എന്നാണ് ഞങ്ങളുടെ വ്യക്തമായ അഭിപ്രായം. ചാവക്കാട് നഗരത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. മുല്ലത്തറ മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് വാഹനങ്ങളുടെ നീണ്ട നിര. ചേറ്റുവ ബൈപ്പാസിലെ തകർന്ന കാനനിർമ്മാണം മൂലം ഒരു ഭാഗത്തേക്ക് മാത്രം വാഹനം കടത്തിവിടുന്നതിനാലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്നത്. ചേറ്റുവ ബൈപ്പാസിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചതോടെ ഏനാമാവ് റോഡിലെ 1 വേ ഒഴിവാക്കി ഇരുഭാഗത്തേക്കും വാഹനം കടത്തിവിട്ടതോടെ ഗതാഗതക്കുരുക്ക് ഇരട്ടിയായി. ചാവക്കാട് സെന്റർ മുതൽ ഏനാമാവ് റോഡ് വരെയാണ് ഗതാഗതക്കുരുക്ക് കൂടുതലുള്ളത്. ചേറ്റുവ ബൈപ്പാസിലെ കാനനിർമ്മാണം മൂലം ആഴ്ചകളോളം റോഡിന്റെ ഒരു ഭാഗം അടച്ചിരുന്നു. റോഡ് പണി പൂർത്തീകരിച്ച് തുറന്നപ്പോഴാണ് കാനയുടെ സ്ലാബ് തകർന്നത്. തകർന്ന സ്ലാബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. നഗരത്തിലെ ഗതാഗതക്കുരുക്കൊഴിവാക്കാൻ സംവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിക്ക് സമീപം സ്കൂൾ ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച യുവതിക്ക് പരിക്ക്. കൈപ്പറമ്പ് പുത്തൂർ മഞ്ഞക്കാട്ട് വീട്ടിൽ പ്രമോദിന്റെ ഭാര്യ സൗമ്യയ്ക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. നിസ്സാരമായി പരിക്കേറ്റ യുവതിയെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും BJPയും പരസ്പര സഹായ സംഘമായാണ് പ്രവർത്തിച്ചതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA. ചൂണ്ടൽ പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് ജയത്തെ തുടർന്നുള്ള വിജയാഹ്ലാദ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും കോൺഗ്രസ് BJPക്ക് വോട്ട് മറിച്ചുകൊടുത്തു. തിരിച്ച BJPയുടെ വോട്ട് കോൺഗ്രസിനും ലഭിച്ചു. വർഗീയത മുഖമുദ്രയാക്കി രാജ്യം ഭരിക്കുന്ന BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ കോൺഗ്രസിന് ഒരു മടിയുമില്ലാതായി. രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന BJPയെ സഹായിക്കാൻ ഗാന്ധിജിയുടെ കോൺഗ്രസിന് എങ്ങനെ കഴിയുന്നുവെന്നും MLA ചോദിച്ചു. കോൺഗ്രസിന്റെ ശത്രു BJPയാണോ CPM ആണോ എന്ന് വ്യക്തമാക്കാൻ അവർ തയ്യാറാകണമെന്നും മൊയ്തീൻ കൂട്ടിച്ചേർത്തു. പല സ്ഥലത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന BJP കോൺഗ്രസിന് വോട്ട് ചെയ്തു. അവർ 3ാം സ്ഥാനത്തേക്ക് പോയതുമൊക്കെ കേരളത്തിൻ്റെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാം. ഞാനത് സൂചിപ്പിച്ചത് രാജ്യത്തെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ BJPയുടെ കൂടെ കൂട്ടുകൂടാൻ യാതൊരു മടിയുമില്ലാത്ത പാർട്ടിയായി ഗാന്ധിജിയുടെ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. കോൺഗ്രസ് മുമ്പും ഈ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനാണ്. രാജ്യത്തെ കോൺഗ്രസിന്റെ ശത്രു ആരാണ്? അതവർ പറയണ്ടേ? ഞങ്ങളാണോ BJP ആണോ കോൺഗ്രസിന്റെ ശത്രു എന്നവർ പറയണം. പക്ഷെ കോൺഗ്രസിന്റെ സമീപകാല നിലപാടുകൾ നോക്കി അവർ പ്രഖ്യാപിച്ചിട്ടുള്ള കേരളത്തിലെ ഇടതുപക്ഷമാണ് ശത്രു എന്നാണ്. കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി
ഈ കേരളത്തിൽ വന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസംഗിച്ചൊരു വാചകമുണ്ട്. ED അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്താണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതെന്നുള്ള ചോദ്യം ഉന്നയിച്ച ദേശീയ നേതാവാണ് അദ്ദേഹം. CPI ലോക്കൽ സെക്രട്ടറി CJ ജിജു മാസ്റ്റർ അധ്യക്ഷനായി. CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MB പ്രവീൺ, PB അനൂപ്, TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം രാകേഷ് കണിയാമ്പറമ്പിൽ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ, കേരള കോൺഗ്രസ് M പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് കൂനമുച്ചി തുടങ്ങിയവർ സംസാരിച്ചു. ത്രിതല തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുമായി തൂവാനൂരിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനത്തോടെയാണ് വിജയാഘോഷത്തിന് തുടക്കമായത്. ദുബായ് റോഡ് ചുറ്റി കേച്ചേരി സെന്ററിൽ പ്രകടനമായി എത്തിയതോടെ പ്രവർത്തകർ DJ മ്യൂസിക്കിനൊപ്പം നൃത്തച്ചുവടുകൾ വെച്ചു. വാദ്യമേളവും പൂക്കാവടികളുമായി ചെങ്കടലിന് സമാനമായ പ്രകടനം കേച്ചേരി ആളൂർ റോഡിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലെത്തി സമാപിച്ച ശേഷമാണ് പൊതുയോഗം ആരംഭിച്ചത്. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള കലാ സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാഗാന രചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം റവന്യൂ ഇൻസ്പെക്ടർമാരായ A രഞ്ജിനി, PB ബിജു, തിരുവല്ലോമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ, ഉപദേശക സമിതി സെക്രട്ടറി CS ബൈജു, ദേവസ്വം ഓഫീസർ G ശ്രീരാജ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രശസ്ത പിന്നണി ഗായകൻ അനൂപ് ശങ്കറും കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിച്ച ഭക്തിഗാന സന്ധ്യ അരങ്ങേറി. പ്രവർത്തനരഹിതമായ കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ പൊതുശ്മശാനം എത്രയും വേഗം പ്രവർത്തിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPIM കടപ്പുറം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടപ്പുറം പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. ഒരാഴ്ചയ്ക്കകം പ്രശ്നം പരിഹരിക്കുമെന്ന് സെക്രട്ടറി ഉറപ്പു നൽകിയതായി ലോക്കൽ സെക്രട്ടറി NM ലത്തീഫ് പറഞ്ഞു. കടപ്പുറം പഞ്ചായത്തിന്റെ അധീനതയിൽ തൊട്ടാപ്പ് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ക്രിമിറ്റോറിയം നിർമ്മാണ കാലഘട്ടം മുതൽ നിരന്തരം പ്രവർത്തനരഹിതമെന്നും പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരവുമായി CPM മുന്നോട്ടു പോകുമെന്നും ലത്തീഫ് പറഞ്ഞു. പഞ്ചായത്ത് അംഗങ്ങളായ MS പ്രകാശൻ, റാഹില വഹാബ്, മുനീർ എന്നിവർ ചേർന്നാണ് പരാതി നൽകിയത്. ഗുരുവായൂർ ദേവസ്വം PROക്കെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ ചെയർമാന് പരാതി നൽകി. ദേവസ്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളെ അറിയിക്കുന്നില്ലെന്നും മാധ്യമപ്രവർത്തകർ വിളിച്ചാൽ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്യാറില്ലെന്നും പരാതിയിൽ പറയുന്നു. ഇത് സംബന്ധിച്ച് KUWJ തൃശൂർ ജില്ലാ കമ്മിറ്റിയാണ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയന് പരാതി നൽകിയത്. ചാവക്കാട് നഗരസഭയിൽ 33 കൗൺസിൽ അംഗങ്ങളിൽ 23 പേരും പുതുമുഖങ്ങൾ. LDFൽ 21 അംഗങ്ങളിൽ 13 അംഗങ്ങളും UDFൽ 12 അംഗങ്ങളിൽ 10 പേരും പുതുമുഖങ്ങളാണ്. LDFൽ മുൻ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, AH അക്ബർ, KH സലാം, PI വിശ്വംഭരൻ, രഞ്ജിത് കുമാർ, P യതീന്ദ്രദാസ്, സഫൂറ ബക്കർ, ഹസീന സലിം എന്നിവരാണ് പരിചയസമ്പന്നർ. UDFൽ ജോയ്സി ടീച്ചർ, സുജാത സത്യൻ എന്നിവർ മുൻ ജനപ്രതിനിധികളാണ്. സുജാത സത്യൻ 2005-ൽ 5ാം വാർഡ് കൗൺസിലറായിരുന്നു. 18ാം വാർഡിലെ LDF കൗൺസിലർ PI വിശ്വംഭരൻ മുതിർന്ന അംഗവും 23ാം വാർഡിലെ LDF കൗൺസിലർ ഹിബ മിഷിഹദാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം. കൗൺസിലിൽ 15 പുരുഷന്മാരും 18 സ്ത്രീകളുമാണ്. മാധ്യമപ്രവർത്തന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കിയ CCTV റിപ്പോർട്ടറും എരുമപ്പെട്ടി പ്രസ് ക്ലബ് പ്രസിഡന്റുമായ AM റഷീദിനെ വേലൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ വാർഷിക യോഗത്തിലാണ് ആദരിച്ചത്. പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പൊന്നാട അണിയിച്ച് പുരസ്കാരം സമർപ്പിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിൽ, സെക്രട്ടറി MD ജോസഫ്, പഞ്ചായത്ത് മെമ്പർ ഷൈനി ഫ്രാൻസിസ്, സണ്ണി പുലിക്കോട്ടിൽ, മാക്യാത്ത് ഗോവിന്ദൻകുട്ടി, സണ്ണി വടക്കൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുന്നയൂർക്കുളം പഞ്ചായത്ത് 18ാം വാർഡിൽ SDPI വിജയത്തിൽ LDFുമായി ധാരണ ഉണ്ടാക്കിയെന്ന DCC സെക്രട്ടറിയുടെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണെന്ന് SDPI പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സക്രിയ പൂക്കാട്ട് പറഞ്ഞു. 50 വർഷക്കാലം ഭരിച്ച LDFൽ നിന്നും പഞ്ചായത്ത് UDF പിടിച്ചെടുക്കുമ്പോൾ ജാള്യത മറച്ചുവെക്കുവാൻ വേണ്ടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. 8 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് SDPI സ്ഥാനാർത്ഥി ബുഷറ സുബൈർ പഞ്ചായത്തിലേക്ക് ജയിച്ചത്. എന്നാൽ ചാവക്കാട് ബ്ലോക്ക് അണ്ടത്തോട് ഡിവിഷൻ UDF സ്ഥാനാർത്ഥിക്ക് 18ാം വാർഡിൽ 732 വോട്ടുകൾ നേടുകയും 196 വോട്ടിന്റെ ഭൂരിപക്ഷം നേടുകയും ചെയ്തിട്ടുണ്ട്. UDFന്റെ ബ്ലോക്ക് സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എന്തുകൊണ്ട് വാർഡ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല എന്നുള്ളതിന് DCC സെക്രട്ടറി മറുപടി പറയണമെന്നും സക്കറിയ പൂക്കോട്ട് പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ വോട്ടുകളെ തിരയാതെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വോട്ടുകളെ തിരയുന്നതായിരിക്കും നല്ലതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
SDP സ്ഥാനാർത്ഥിക്ക് 689 വോട്ട് കിട്ടുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ കൈപ്പറ്റിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് കിട്ടുന്നത് 572 വോട്ടാണ്. SDP സ്ഥാനാർത്ഥി 553 വോട്ടുകൾക്ക് ജയിക്കുമ്പോൾ ബ്ലോക്കിലെ സ്ഥാനാർത്ഥി UDFന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക് 196 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടുന്നുണ്ട്. 9 വർഷക്കാലമായി പുന്നൂർക്കുളം ഭരിക്കുന്ന CPMൽ നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള UDF അധികാരത്തിൽ വരുമ്പോൾ ഈ നേതാവിൻ്റെ ഒരു പങ്കും ആ വിജയത്തിലില്ല എന്നുള്ള ജാള്യത മറക്കാൻ വേണ്ടി അടിസ്ഥാനരഹിതമായ കണക്കുകളും ആരോപണങ്ങളുമായി വരുന്നതാണ്. പാതയോരത്തെ തോട്ടിൽ ചത്ത നായയുടെ ജഡം, മേഖലയിൽ രൂക്ഷമായ ദുർഗന്ധം, നടപടി സ്വീകരിക്കാതെ അധികൃതർ. ചൂണ്ടൽ ഗുരുവായൂർ റോഡിൽ കണ്ടാണശ്ശേരി വിന്നർ ക്ലബിന്റെ എതിർവശത്തുള്ള കെട്ടിടത്തിന് മുന്നിലുള്ള തോട്ടിലാണ് ചത്ത നായയുടെ ജഡം ഒഴുകുന്നത്. കുന്നംകുളം നഗരസഭാ പരിധിയിലെ കാണിപ്പയൂർ പാടശേഖരത്തിൽ നിന്ന് ആരംഭിച്ച് കണ്ടാണിശ്ശേരി പഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന തോട്ടിലാണ് നായയുടെ ജഡം ഒഴുകിയെത്തിയിട്ടുള്ളത്. തോടിനോട് ചേർന്നുള്ള കെട്ടിടത്തിൽ ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിരൂക്ഷമായ ദുർഗന്ധം കാരണം സ്ഥാപനങ്ങളിലുള്ളവർക്ക് ഇവിടെ ഇരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ഭക്ഷണം കഴിക്കാൻ പോലും ഹോട്ടലിലേക്ക് ഒരാൾ കയറാത്ത സ്ഥിതിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നായയുടെ ജഡം ഒഴുകിയെത്തിയത്. ഈ ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകാതെ തടഞ്ഞു നിൽക്കുന്നതായും ഹോട്ടൽ ഉടമയായ ലത്തീഫ് പറഞ്ഞു. ഇക്കാര്യം പഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യ വിഭാഗത്തെയും അറിയിച്ചെങ്കിലും നായയുടെ ജഡം സ്വയം മാറ്റിക്കോളൂ, ചിലവ് വരുന്ന തുക നൽകാമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയതെന്നും ദുർഗന്ധം കാരണം വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നതെന്നും ലത്തീഫ് കൂട്ടിച്ചേർത്തു. മഴയത്ത് ആ ഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകി വന്നിട്ട് ഇത്രയും വീതിയുള്ള ഒരു കാന, ആ കാനയിൽ കൂടെ വെള്ളം ഒഴുകി പോകാനുള്ള ഗ്യാപ്പ് ഇതിലില്ല. അത് കമ്പ്ലീറ്റ് ഇവിടെ അടങ്ങി കിടന്ന് അവിടെ നിന്ന് ഒഴുകി വരുന്ന കുപ്പി സാധനങ്ങളടക്കം ഇവിടെ കിടന്ന് ആൾക്കാർ വന്നൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് നമ്മൾ സെക്രട്ടറിക്ക് വിളിച്ചിരുന്നു. ആ പട്ടി ചത്ത് വീർത്ത് അതിപ്പോൾ അതിൻ്റെ അടിയിൽ താന്നു പോയിരിക്കുകയാണ്. ഒരു ആളെ ഹൈറ്റിന് പുലി ഉണ്ടായിരുന്നില്ല, അത് ചീഞ്ഞ് അത് കംപ്ലീറ്റ് ഇതിൻ്റെ അടിയിലുണ്ട്. ഈ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങോട്ട് പോകില്ല. ഈ ചപ്പും സാധനങ്ങളാണ് ഇതിൻ്റെ അടിയിൽ കംപ്ലീറ്റ്. അപ്പോൾ അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് വൃത്തിയാക്കി തരണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. എങ്കിലും എനിക്ക് ഈ ഹോട്ടല് മുന്നോട്ട് പോകുന്ന ആൾക്കാർ വന്ന് കംപ്ലൈൻറ്റ് പറയണം. പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട തോടുകളിലൊന്ന് മാലിന്യ കൂമ്പാരമായി മാറിയിട്ടും ആരോഗ്യ വിഭാഗം അധികൃതർ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. ജലസ്രോതസ്സുകൾ മാലിന്യമുക്തമാക്കുന്നതിനായി പ്രത്യേകമായ പദ്ധതികൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോഴാണ് ദിവസങ്ങൾക്ക് മുൻപ് ചത്ത് ജീർണിച്ച നായയുടെ ജഡവും വേണ്ടുവോളം മാലിന്യവുമായി ഈ തോട് ദയനീയാവസ്ഥയിലായിട്ടുള്ളത്. വീണ്ടും 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 തുടരും എന്ന മുദ്രാവാക്യവുമായി LDF കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവിൽ വിജയാഹ്ലാദ പ്രകടനവും പൊതുയോഗവും നടത്തി. തുടർച്ചയായി 6ാം തവണയും പഞ്ചായത്ത് ഭരണം ഇടതുമുന്നണിയുടെ കയ്യിലേൽപ്പിച്ച വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിച്ച സ്ഥാനാർത്ഥികളെയും അണിനിരത്തി പെരുമ്പിലാവ് സെന്ററിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ടൗൺ ചുറ്റി പെരുമ്പിലാവ് സെന്ററിൽ തന്നെ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ബാലാജി ഉദ്ഘാടനം ചെയ്തു. ഇടതുമുന്നണി പഞ്ചായത്ത് കൺവീനർ MN മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. CPIM നേതാക്കളായ K കൊച്ചനിയൻ, KB ജയൻ, പ്രശാന്തൻ മാസ്റ്റർ, പത്മം വേണുഗോപാൽ, MK മോഹനൻ, അജിത് കുമാർ, മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. ആഹ്ലാദ പ്രകടനത്തിന് LDF പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ നേതൃത്വം നൽകി. 22 വാർഡുകളിൽ 16ലും വിജയിച്ചാണ് ഇടതുപക്ഷം 6ാം തവണയും കടവല്ലൂർ പഞ്ചായത്തിൽ ഭരണം തുടരുന്നത്. ചിറനല്ലൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. ഡിസംബർ 28, 29, 30 തീയതികളിലായി വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിക്കുന്നത്. ചൊവ്വന്നൂർ പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ആദ്യം മുതിർന്ന അംഗം ലിസി ജോയ് പ്രതിജ്ഞയെടുത്തു. വരണാധികാരി K രാജേഷ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് മറ്റംഗങ്ങൾക്ക് ലിസി ജോയ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കാലിന് പരിക്കേറ്റതിനാൽ 5ാം വാർഡ് പ്രതിനിധി ഷാമില കബീർ വേദിയുടെ താഴെയിരുന്നാണ് പ്രതിജ്ഞയെടുത്തത്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ KCBC മദ്യ ലഹരി വിരുദ്ധ സമിതി സ്ഥാപിതമായതിന്റെ സിൽവർ ജൂബിലി ആഘോഷവും 175 ലഹരി വിമുക്ത ഭവനങ്ങളുടെ പ്രഖ്യാപനവും അതിരൂപത സ്മരണിക പ്രകാശനവും നടന്നു. KCBC മദ്യലഹരി വിരുദ്ധ കമ്മീഷൻ ചെയർമാനും മൂവാറ്റുപുഴ രൂപതാ മെത്രാനുമായ യൂഹന്നാൻ മാർ തെയോഡോഷ്യസ് ജൂബിലി ആഘോഷങ്ങൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി.
എഡിറ്റർ ലിൻഡോ ഫ്രാൻസിസ് അതിരൂപത സ്മരണിക പരിചയപ്പെടുത്തി. തൃശൂർ അതിരൂപത KCBC മദ്യലഹരി വിരുദ്ധ സമിതി ഡയറക്ടർ ഫാദർ ദേവസി പന്തല്ലൂക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പറ്റിയേക്കൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എരുമുപ്പെട്ടി യൂണിറ്റ് പ്രസിഡന്റ് CK ജോർജ്, സെക്രട്ടറി മേരി ജോസ്, സഹവികാരി ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ, അതിരൂപത മദ്യവിരുദ്ധ സമിതി പ്രസിഡന്റ് VM അഗസ്റ്റിൻ, കോൺവെന്റ് മദർ സിസ്റ്റർ വിനീത മാത്യു, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ KT സിൻഡോ, മതബോധന പ്രിൻസിപ്പാൾ ML ആൻഡോ, സംഘടനാ ഏകോപന സമിതി സെക്രട്ടറി MV തോമസ്, നടത്തുകൈക്കാരൻ KA ബേബി, വൈസ് പ്രസിഡന്റ് ML വർഗീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സിനിമാ നാടക നടൻ ശിവജി ഗുരുവായൂർ രചനയും സംവിധാനവും നിർവഹിച്ച് മാത്യു പാവർട്ടി അഭിനയിച്ച നാടകമായ ഈ ദുരന്തഭൂമിയിൽ എന്ന ഒറ്റയാൾ നാടകം അരങ്ങേറി. മക്കളെ സ്നേഹിച്ച ഭ്രാന്തനാവോ? കുട്ടികളെ പഠിപ്പിച്ച ഭ്രാന്തനാവോ? അങ്ങനെയാണെങ്കിൽ ഇന്നാട്ടിലെ എല്ലാ മക്കളുടെ മാതാപിതാക്കളും ഭ്രാന്തന്മാരാവാൻ ഒരുങ്ങിയില്ലോ? ചൂണ്ടൽ ലേഡി ഇമാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ വേറിട്ടതും ആകർഷകവുമായ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും പങ്കെടുപ്പിച്ചാണ് വിദ്യാലയത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തിയത്. ക്രിസ്മസ് കളറാക്കാൻ പേരക്കുട്ടികളുടെ വിദ്യാലയത്തിലേക്ക് അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും സ്കൂൾ അധികൃതർ ക്ഷണിക്കുകയായിരുന്നു. 15ഓളം മുത്തശ്ശന്മാരാണ് ആഘോഷത്തിൽ പങ്കാളികളായത്. പ്രധാനാധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസ് വിദ്യാലയത്തിലേക്ക് മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും സ്വാഗതം ചെയ്തു. വിദ്യാലയാങ്കണത്തിൽ എത്തിച്ചേർന്ന അപ്പൂപ്പന്മാരെയും അമ്മൂമ്മമാരെയും കരോൾ ഗാനങ്ങൾ പാടി അധ്യാപകർ ഹൃദ്യമായി വരവേറ്റു. പ്രായത്തിൻ്റെ അവശതകളൊന്നുമില്ലാതെ ഗാനമാലപിച്ചും വിദ്യാലയാനുഭവങ്ങൾ പങ്കുവച്ചും വാർദ്ധക്യത്തിലും ബാല്യത്തിൻ്റെ പ്രസരിപ്പുമായി എത്തിച്ചേർന്നവർക്ക് PTA ഭാരവാഹികളും അധ്യാപകരും ചേർന്ന് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. PTA പ്രസിഡന്റ് AK ഷക്കീർ, MPTA പ്രസിഡന്റ് സിമി ബിജു, C സോണി എന്നിവർ സന്നിഹിതരായിരുന്നു. പേരക്കുട്ടികളുടെ വിദ്യാലയത്തിൽ നടന്ന ആഘോഷത്തിൽ ആടിയും പാടിയും മധുരം നുണഞ്ഞുമാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷം മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കളറാക്കിയത്. ഇടം സാംസ്കാരിക വേദി വായനാ വിചാരം സംവാദം എന്ന പേരിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. മിനി ജോർജിന്റെ ചെറുകഥാ സമാഹാരം വയലരിയിലെ വീട്, ശശികുമാർ എരുമപ്പെട്ടിയുടെ കവിതാ സമാഹാരം വെയിൽ ഗന്ധങ്ങൾ എന്നീ 2 പുസ്തകങ്ങൾ ചർച്ച ചെയ്തു. മരത്തങ്കോട് MPM UP സ്കൂളിൽ നടന്ന പരിപാടിയിൽ സാഹിത്യകാരൻ രാമകൃഷ്ണൻ കുമരനെല്ലൂർ, യുവ കവയത്രി പ്രഭിത പ്രകാശ് എന്നിവർ വിഷയാവതരണം നടത്തി. ജിനിൽ മലയിൽ അധ്യക്ഷത വഹിച്ചു. സോന നാരായണൻ, NV ആന്റണി മാസ്റ്റർ, ചിത്രകാരൻ PK സദാനന്ദൻ, NK അക്ബർ അലി, പ്രീതി രാജേഷ് എന്നിവർ സംസാരിച്ചു. എഴുത്തുകാർക്കുള്ള ഇടത്തിന്റെ സ്നേഹോപഹാരം പഞ്ചായത്ത് മെമ്പർ PN വിഷയകുമാർ നൽകി. ഇടം പ്രസിഡന്റ് EK മിനി, സെക്രട്ടറി ഷൗക്കത്ത് എന്നിവർ നേതൃത്വം നൽകി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ടാണശ്ശേരി പഞ്ചായത്ത് സമ്മേളനം നടന്നു. ആളൂർ യുവജന സമാജം വായനശാലയിൽ നടന്ന സമ്മേളനത്തിൽ സംഘടനാ രേഖ അവതരിപ്പിച്ചുകൊണ്ട് മേഖലാ പ്രസിഡന്റ് പ്രൊഫസർ ബ്രനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു ഷാജു അധ്യക്ഷയായി. സെക്രട്ടറി സത്യപാലൻ മാസ്റ്റർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, PK രാജൻ മാസ്റ്റർ, MK സോമൻ, മേഖലാ ഭാരവാഹികളായ ലാർസൻ മാസ്റ്റർ, PK മോഹനൻ എന്നിവർ സംസാരിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശിവൻ വാഗ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗംഗാധരൻ മാസ്റ്റർ, സുനിത ഉണ്ണിമോൻ എന്നിവരെ സമ്മേളനത്തിൽ ആദരിച്ചു. ഭാരവാഹികളായി അഡ്വക്കേറ്റ് സിന്ധു ഷാജു, പ്രസിഡന്റ് MR വർഗീസ്, വൈസ് പ്രസിഡന്റ് സത്യപാലൻ മാസ്റ്റർ, സെക്രട്ടറി AK സതീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി എന്നിവരെയും 12 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ചിറ്റഞ്ഞൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് സുറിയാനി പള്ളിയിൽ പെരുന്നാളിന് കൊടിയേറി. ഡിസംബർ 25, 26 തീയതികളിലാണ് പെരുന്നാൾ ആഘോഷം. 25-ാം തീയതി വ്യാഴാഴ്ച സന്ധ്യാനമസ്കാരം, തുടർന്ന് പ്രദക്ഷിണം ഉണ്ടാകും. 26-ാം തീയതി രാവിലെ 7-ന് പ്രഭാത നമസ്കാരത്തെ തുടർന്ന് വിശുദ്ധ കുർബാനയും പള്ളിക്ക് ചുറ്റുമുള്ള പ്രദക്ഷിണവും നേർച്ച വിളമ്പലും ഉണ്ടാകും. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ്, കൈസ്ഥാനി PT കമൽ രാജ്, സെക്രട്ടറി PT ഗിഫ്റ്റ് രാജ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകും. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കടപ്പുറം യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടത്തിയ കൺവെൻഷൻ AKTA ജില്ലാ ട്രഷറർ പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ശിവൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ശൈലജ രവീന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും, യൂണിറ്റ് സെക്രട്ടറി CA ശൈലജ വാർഷിക റിപ്പോർട്ടും, ട്രഷറർ ഭൈമി വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഏരിയ ട്രഷറർ MS സത്യനാഥൻ, KM ഗീത, CV രേഖ, ബിന്ദു എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനപ്രതിനിധിയായി വിജയിച്ച യൂണിറ്റിലെ അംഗം ജിഷ സനോജിനെ ആദരിച്ചു.
ക്രൈസ്തവ സംഗീത രംഗത്ത് 3.5 പതിറ്റാണ്ട് പിന്നിട്ട ഹല്ലേലൂയ ഗോസ്പൽ മിനിസ്ട്രീസിന്റെ ആഭിമുഖ്യത്തിൽ ഡിസംബർ 24-ന് കുന്നംകുളത്ത് ഐഡിയ സ്റ്റാർ സിംഗർ ജോബി ജോൺ നയിക്കുന്ന ക്രിസ്മസ് ഗാനസന്ധ്യ നടക്കും. തിരുപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന കരോളും റോഡ് ഷോയും ശ്രദ്ധേയമായി. പോർക്കുളം മാർ ആദായ് ശ്ലീഹ ദേവാലയത്തിലെ യൂത്ത് ലീഗ് അംഗങ്ങളുടെയും ഇടവകയിലെ ഭക്ത സംഘടനകളുടെയും ആഭിമുഖ്യത്തിലാണ് പോർക്കുളം കളർഫുള്ളാക്കി ബാൻഡും മേളവും സോങ്സുമായി ക്രിസ്മസ് കരോളും റോഡ് ഷോയും നടത്തിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പഴഞ്ഞി ഏരിയ ചിറക്കൽ യൂണിറ്റ് കൺവെൻഷൻ ചിറക്കൽ ജോസ് മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് പ്രേമിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ വൈസ് പ്രസിഡന്റുമായ ഷൈബി ഡെയ്സൺ ഉദ്ഘാടനം നിർവഹിച്ചു. പഴഞ്ഞി ഏരിയ സെക്രട്ടറി സജിത സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി ഷീജ സുദീപ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ രജിത വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കൂടുതൽ മെമ്പർഷിപ്പ് ചേർത്ത ഷീജയെ ചടങ്ങിൽ അനുമോദിച്ചു. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ ഫെസ്റ്റ് നടത്തി. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഫ്ളാഗ് ഓഫ് ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, കൈക്കാരന്മാർ ജോസൺ KA, ജെയ്സൺ വടക്കൂട്ട്, ജോസഫ് ലിയോ OT, ബാബുരാജ് KJ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ നാട്ടുവെളിച്ചം കൂട്ടായ്മയുടെ 2ാം വാർഷികവും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും സംഘടിപ്പിച്ചു. നാട്ടുവെളിച്ചം പ്രസിഡന്റ് ജയപ്രകാശ് ഇലവന്ത്രയുടെ അധ്യക്ഷതയിൽ കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സന്തോഷ് CD ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ കമ്മിറ്റി അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത് മുഖ്യാതിഥിയായി. ബാർ അസോസിയേഷൻ കുന്നംകുളം മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. മുൻ കൗൺസിലർ ബീന ലിബിനി, കേരള സംസ്ഥാന മുന്നോക്ക EBC കമ്മീഷൻ അംഗം സെബാസ്റ്റ്യൻ ചൂണ്ടൽ, നിയുക്ത വാർഡ് കൗൺസിലർ നന്ദിനി ബാബുരാജ് എന്നിവരെ ആദരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ വിശ്വനാഥൻ, നാട്ടുവെളിച്ചം വനിതാ വിംഗ് രക്ഷാധികാരി സത്യഭാമ, മനസ്സ് വിധവാ സംഘം പ്രസിഡന്റ് കുമാരി T ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വയലത്തൂർ സെന്റ് സിറിയക് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. സെന്റ് സിറിയക് പള്ളി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ബോൺ നദാലെ നടത്തി. ഇടവക വികാരി ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഡേവിസൺ അന്തിക്കാട്, സണ്ണി പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിപണി. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് പുതിയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട് നവീകരിച്ച ഡ്രീംസ് മേക്ക് ഓവർ സ്റ്റുഡിയോയും സ്റ്റിച്ചിംഗ് സെന്ററും പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. കൂനമുച്ചി സെന്ററിൽ കേരള ബാങ്കിന് സമീപമുള്ള പുലിക്കോട്ടിൽ ബിൽഡിംഗിലാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ഡ്രീംസ് മേക്ക് ഓവർ സ്റ്റുഡിയോയും സ്റ്റിച്ചിംഗ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. 8 വർഷത്തോളമായി കൂനമുച്ചി കാത്തലിക് ബാങ്കിന് സമീപം പ്രവർത്തിച്ചുവരുന്ന സ്ഥാപനം 8ാം വാർഷികത്തിന്റെ ഭാഗമായാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. സ്ഥാപന ഉടമകളായ VC പ്രജീഷ്, സ്വാതി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. മക്കളായ ആരവ്, അധർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, നാട്ടുകാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹൈഡ്ര ഫേഷ്യൽ, കൊറിയൻ ഫേഷ്യൽ, ഗ്ലൂട്ടോതയോൺ ഫേഷ്യൽ, ബോട്ടോക്സ്, വോളിമൈസിംഗ് ട്രീറ്റ്മെന്റ്, സ്മൂത്തിംഗ് തുടങ്ങി അഡ്വാൻസ് സ്കിൻ കെയർ ട്രീറ്റ്മെന്റുകളും ലഭ്യമാണ്. കൂടാതെ HD മേക്കപ്പ്, എയർ ബ്രഷ് മേക്കപ്പ്, ഗ്ലാസ് സ്കിൻ മേക്കപ്പ്, മൈക്രോബ്ലേഡിംഗ്, ഇയർ ലോംബിംഗ്, ഇയർ പിഞ്ചിംഗ് തുടങ്ങി വിവാഹങ്ങൾക്കും മറ്റ് വിശേഷാവസരങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ സേവനങ്ങളും ഡ്രീംസ് മേക്ക് ഓവർ സ്റ്റുഡിയോയിൽ ഒരുക്കിയിട്ടുണ്ട്. കുറുമാൽ കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തലക്കോട്ടുകര ടർഫിൽ നടന്ന ടൂർണമെന്റിൽ കൂട്ട് കുറുമാൽ നൽകുന്ന വിന്നേഴ്സ് റണ്ണേഴ്സ് ട്രോഫിക്കും ക്യാഷ് പ്രൈസിനു വേണ്ടി ജില്ലയിലെ പ്രമുഖ ടീമുകൾ പങ്കെടുത്തു. GKG തൃശൂർ വിന്നേഴ്സും റണ്ണേഴ്സ് കൂട്ട് കുറുമാലും കരസ്ഥമാക്കി. 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 12,450 രൂപ, പവന് 99,600 രൂപ. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 218 രൂപ. ചരമം. കുന്നംകുളം ചൊവ്വന്നൂർ വൃന്ദാവൻ സ്ട്രീറ്റിൽ പരേതനായ തൈൽ കൃഷ്ണൻ മകൻ ചന്ദ്രൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രമണി ഭാര്യയും സന്തോഷ്, സുബി, സിന്ധു എന്നിവർ മക്കളുമാണ്. ചിറനല്ലൂർ വാഴപ്പിള്ളി പരേതനായ തോമസ് ഭാര്യ ക്ലാര നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച പാറന്നൂർ സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിൽ നടത്തി.
ജെസി ജോസ് എന്നിവർ മക്കളാണ്. തയ്യൂർ കരിയമ്പുറത്ത് ഗോപാലൻ ഭാര്യ കമലാക്ഷി നിര്യാതയായി. 87 വയസ്സായിരുന്നു. സംസ്കാരം ഉച്ചതിരിഞ്ഞ് ചെറുതുരുത്തി ശാന്തി തീരത്ത് നടത്തി. പ്രേതനായ ശശി, തങ്കമണി, ചന്ദ്രിക, വിജയലക്ഷ്മി, മുരളി എന്നിവർ മക്കളാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.